ഹൈ കൂട്ടുകാരെ, കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഞാൻ സാധാരണ വരിക കൃഷി എടുക്കുക, അല്ലെങ്കിൽ വിളവെടുപ്പ്, അല്ലെങ്കിൽ പൂക്കളെ കാണിക്കുകയൊക്കെയാണല്ലോ. ഇന്ന് അങ്ങനെയല്ല ഞാൻ വരുന്നത്. ഇന്ന് ഞാൻ അതൊന്നുമല്ല. ഞാൻ കപ്പ നട്ടിരുന്നു. കപ്പ ഞാൻ കുറേ നട്ടത് ചാക്കിലാണ്. കുറച്ച് ഒരു ഒഴിഞ്ഞ സ്ഥലം ഉണ്ടായിരുന്നു എനിക്ക്. താമസിക്കുന്ന വീട്ടിൻ്റെ അടുത്തല്ല, കുറച്ച് അപ്പുറത്ത്. അപ്പം അവിടെ ഞാൻ കുറച്ച് കപ്പ നട്ടിരുന്നു. ആ കപ്പ എന്തായോ ഒന്നും അറിയില്ല. ഇപ്പം മഴയില്ല കേട്ടോ. ഇന്നലെ ഇന്നൊന്നും ഇവിടെ തീരെ മഴയില്ല. മഴ പെയ്തിട്ടേ ഇല്ല. നല്ല വെയിൽ. ഇന്നലെ കുറച്ച് വെയിൽ, ഇന്ന് തീരെ വെയിലില്ല. അപ്പം ഞാൻ വിചാരിച്ചു ആ കപ്പൊക്കെ എന്തായി എന്നുള്ളതൊന്ന് കാണാൻ പോയതാണ്. അപ്പോൾ ഒന്ന് കാണാൻ പോവുകയാണ്. പിന്നെ നന്നായിട്ട് പുല്ല് നിറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ പുല്ലൊക്കെ ഒന്ന് മാറ്റി അതിനൊക്കെ മണ്ണിട്ട് കൊടുത്ത് അതൊക്കെ നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാട്ടോ. ഞാൻ പുറത്ത് കപ്പ നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വേദനിക്കലാണ് കപ്പ വിളവെടുക്കുമ്പോൾ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എൻ്റെ ചാനലിൽ. ഒരു കപ്പ പോലും എനിക്ക് കിട്ടാതെ, കിഴങ്ങ് പോലും എനിക്ക് കിട്ടാതെ വേദനിച്ചിട്ടുണ്ട്. അത്രക്കും എലിയും പെരിച്ചായി തിന്ന് തീർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വൃത്തിയാക്കി കൊടുത്താലും അത് വരുന്നൊക്കെ ഉണ്ട്. പക്ഷേ ഞാനൊന്ന് വേണ്ടല്ലോ, കാടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ വന്ന് അവിടെ കളിയായിരിക്കും അവരെ. അപ്പോൾ അതുകൊണ്ട് ഞാനൊക്കെ ഒന്ന് വൃത്തിയാക്കി കൊടുക്കട്ടെ ഒക്കെ വിചാരിച്ചിട്ട് ഞാൻ ഇറങ്ങുന്നത്. അത് നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചു തരുന്നത് എന്തൊക്കെ ഞാൻ ചെയ്യുന്നതെന്നുള്ളൂ കേട്ടോ. എന്നാ വരി. ഞാൻ ആ പറമ്പിൽ പോകുന്നതിന് മുമ്പേ എൻ്റെ മുമ്പിലുള്ള കപ്പ ഒന്ന് ചാക്കിൽ നട്ടൊന്ന് കാണിച്ചു തരുന്ന കണ്ടില്ലേ. ഇത് ഞാൻ ചാക്കിൽ നട്ട കപ്പയാട്ടോ. ചാക്കിൽ നട്ട കപ്പ കല്ലിൽ ഉഷാറായിട്ട് ഉണ്ടായിട്ടുണ്ട്. ചാക്കിലാവാൻ കാരണം ഞാൻ പറയലുണ്ടല്ലോ, എൻ്റെ ചാക്കിലല്ലാത്ത നിലത്ത് നട്ടതെല്ലാം എലിയും പെരിച്ചായിട്ട് തിന്ന് തീർക്കല. അതുകൊണ്ട് ഞാൻ ചാക്കിലങ്ങ് നട്ടു കൊടുത്തതാ. നല്ല ഉഷാറായി നോക്ക്, നല്ല അടിപൊളിയായി. ഇതാ ചാക്ക്, ഇതാ ഒക്കെ ചാക്ക നല്ല വൃത്തിയാക്കിയതായിരുന്നു കേട്ടോ. ഇപ്പോൾ രണ്ടാമത് വീണ്ടും വന്ന് കള നിറഞ്ഞ്. ഇത് ഞാനിപ്പോൾ അടുത്ത് നട്ടതാ. ഇതാ മുളച്ച് വന്നു. ഇതാ ഇതും ഞാനങ്ങനെ നിലത്ത് നട്ടത് എനിക്ക് ഒരു 15-20 കിലോ വരെ കിട്ടിയതൊക്കെ ഉണ്ട് കേട്ടോ. അന്ന് ഞാൻ പിന്നെ ചാനലൊന്നും തുടങ്ങിയില്ല ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ. പിന്നീടാണല്ലോ ഈ തീറ്റ വേറെ ആൾക്കാർ തിന്ന് തീർത്തത്. അതുകൊണ്ട് ഇപ്പം ഞാൻ ഇങ്ങനെ ചെയ്ത് ഇതാ കണ്ടില്ലേ. ഇനി ഞാൻ എൻ്റെ തോട്ടത്തിൽ വെച്ച കപ്പ കാണിച്ചു തരാം. ഞാൻ അവിടെ കഴിഞ്ഞ് പോണത്. ഇത് പിന്നെ എൻ്റെ വീടിൻ്റെ അടുത്തുള്ളതാട്ടോ. ഇതാ 2 ആഴ്ച കൊണ്ട് ഇതാ വരുന്ന്. എല്ലാവരും ചാക്കിലൊക്കെ നട്ടിട്ട്, ചാക്കിലൊക്കെ നട്ടാൽ നന്നായിട്ട് കിഴങ്ങ് കിട്ടൂ. ഇതാണ് എൻ്റെ കപ്പ. ഇതാ കപ്പങ്ങ് വലിപ്പം വെച്ചിനൊപ്പം തന്നെ അതാ കള പുല്ല് നിറഞ്ഞെടുക്കുന്നു. ഇതെല്ലാം ഞാൻ പുല്ല് പറിച്ച് മണ്ണ് കൂട്ടാൻ വിചാരിച്ചതാ ഇന്ന്. ഇതെൻ്റെ ചേമ്പ. ഇവിടെയൊക്കെ നോക്ക്, കാണണമെങ്കിൽ എന്താ പുല്ല് നിറഞ്ഞെടുക്കുന്നത്. ഇതിന് ഒരു വളവും വേണ്ട. നമ്മളൊന്ന് കാണാൻ അവിടെ നിന്ന് നട്ട് കാണൂല. കുറച്ചങ്ങ് പൊന്തിയെ കൊണ്ട് കപ്പ കാണുന്നുണ്ട്. ഞാൻ വൃത്തിയാക്കട്ടെ. അങ്ങനെ ഞാൻ പുല്ല് വറുക്കി അങ്ങ് വിസ്മിൻ ചൊല്ലി അങ്ങ് ഇറങ്ങി. എൻ്റെ തോട്ടം ഇങ്ങനെ ഒന്നും പുല്ലുണ്ടാവില്ല കേട്ടോ. ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നന്നാക്കുന്ന. ഈ വർഷം നിൽക്കാതെ മഴയിരുന്നല്ലോ, ഒരു ഒഴിവേ കിട്ടിയില്ല തോട്ടത്തിൽ ഇറങ്ങാനുള്ള. ഇതിൻ്റെ മുമ്പ് ഒരാഴ്ച പോലും കിട്ടിയിരുന്നെങ്കിൽ കിട്ടിയല്ലോ, അന്ന് ഞാൻ കുറച്ച് നന്നാക്കിയിരുന്നു. അന്ന് ആ നന്നാക്കിയത് കൊണ്ടാണ് ഇന്ന് ഇങ്ങനെയെങ്കിലും നിൽക്കുന്നത്. അപ്പം എനിക്കിങ്ങനെ കപ്പ നന്നാക്കുമ്പോൾ അതിൻ്റെ മരട്ടുള്ളതൊക്കെ പുല്ല് പറിക്കണം. അല്ലാതെ എനിക്ക് കൈക്കോട്ടുകൊണ്ട് ഇങ്ങനെ ആ മേൽഭാഗത്തുള്ള പുല്ല് ഇങ്ങനെ എടുക്കാൻ എനിക്ക് അറിഞ്ഞൂടാ. അതൊക്കെ അതിൻ്റെ വിദഗ്ധർക്ക് എന്നെ അറിയുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പുല്ല് ഫുള്ള് ഇങ്ങനെ കപ്പൻ്റെ ചുറ്റുമുള്ള ആ മരട്ടുള്ള പുല്ല് മൊത്തം കൈയോണ്ട് അങ്ങ് പറിച്ചെടുക്കലാണ്. ആ പറിച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കൈക്കോട്ട് പണി എടുക്കുള്ളൂ. അല്ലെങ്കിൽ കപ്പൊക്കെ ഇളക്കം കൂടുങ്ങുകയൊക്കെ ഒരു പേടിയാണ് എനിക്ക്. ഇങ്ങനെ തന്നെ ഞാൻ കപ്പ ഉണ്ടാക്കൽ. ഞാൻ സ്ഥിരമായിട്ട് ഉണ്ടാക്കൽ ഇങ്ങനെ തന്നെയാണ്. ഞാൻ കരിയിലിട്ടായിരുന്നു ഇത് ഉണ്ടാക്കിയിരുന്നത്. ഫുള്ള് കരിയിലിട്ടിട്ട് മേലെ മണ്ണിട്ടാണ് ഈ കപ്പക്കൊമ്പ് ഞാൻ നട്ടിരുന്നത്. അതൊക്കെ എൻ്റെ ചാനലിലുണ്ട്. അതാണ് ഇങ്ങനെ ഉഷാറിൽ വളർന്നു വന്നത്. ഇപ്പം ഞാൻ അതൊന്നും ചെയ്യുന്നില്ല. ഈ പുല്ലവിടെ വെക്കുന്നുമില്ല. പുല്ലൊക്കെ എടുത്ത് മാറ്റുക, എന്നിട്ട് അങ്ങ് മണ്ണിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഞാൻ എല്ലാം കഴിഞ്ഞ് കാണിച്ച് നല്ല വൃത്തിയാവും. കാണുമ്പോൾ അതൊക്കെ കാണുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് നിങ്ങൾ കാണുമ്പോഴേ മൊത്തം കാണുമ്പോൾ നമ്മൾ കൊഞ്ഞു പോവുക. ഇതൊക്കെ പറിച്ചെടുക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ ഇടയിലൂടെ മുള്ളും ഉണ്ട്, എല്ലാം ഉണ്ട്.
കപ്പൻ്റെ ഇടയിലുള്ള തൊട്ടടുത്തുള്ള ചുറ്റുമുള്ളത് ഞാൻ അങ്ങോട്ട് പുല്ല് പറിച്ച്, അപ്പുറത്തുള്ളതെല്ലാം പറിച്ച് കഴിഞ്ഞത്. ആ പുല്ല് കിട്ടിയ കണ്ടില്ലേ, എൻ്റെ മുരട്ടുള്ളതാണ്. ഇനിയാണ് ഞാൻ മണ്ണിട്ട് കൊടുക്കുന്നത്. ഇത് ഞാൻ എൻ്റെ മുരട്ടിട്ട് കൊടുക്കുന്നില്ല, മുളച്ചാൽ എനിക്ക് ആവൂര. പിന്നെ ഇതന്നെ പണിയെടുക്കേണ്ടി വരും. ഈ പുല്ല് കൊണ്ട് എനിക്കൊരാവശ്യമുണ്ട്. കപ്പക്ക് ഉഷാറായി വന്നിണ്, നല്ല വളക്കൂറുള്ള സ്ഥലമാണ്. നന്നായിട്ടൊന്ന് മണ്ണിട്ട് കൊടുക്കട്ടെ. ഇന്നെന്തോ ഒരു വെയിലും ഇല്ല മഴയില്ലാത്തൊരു അവസ്ഥയാണ്. ഈ ഭാഗമൊക്കെ പുല്ല് പോക്കിയത് കൊണ്ടേ ഇവിടെ ഒന്നും നമ്മൾ തൊടുന്നില്ല. എനിക്ക് ഇവിടെയൊക്കെ തൊട്ടാൽ പേടിയാ, കപ്പൻ്റെ എന്തെങ്കിലും വേരിന് അളക്കം വരണ്ട വിചാരിച്ചിട്ടാ ഇങ്ങനെ അങ്ങോട്ട്. ഇത്രയും ദിവസം മഴ ആയതുകൊണ്ടേ മണ്ണിനല്ല കൊത്തി അങ്ങോട്ട് കിട്ടുന്നുണ്ട്. ഈ പുല്ലൊന്നും ഇവിടെ വെക്കുന്നില്ല, വെച്ചാൽ പറ്റൂല. ഇതൊക്കെ ആവശ്യമുണ്ട് എനിക്ക് പുല്ലും ആവശ്യമാണ്. പുല്ലും ഞാൻ വിടൂല. കൊത്തിരി കിട്ടുന്നുണ്ട് കേട്ടോ, നല്ല സുഖമുണ്ട്. വെയിൽ വന്നു ഇതുവരെ വെയിലില്ലേനു. ഒന്ന് ഇളക്കം ഇതാക്കിയാലേ ഒരു പുല്ലും ഇവിടെ ഞാൻ ഇടൂല. ഇങ്ങനെ ഇട്ട് കൊടുത്താലേ നല്ല വൃത്തിയിൽ ഇങ്ങോട്ട് മണ്ണിട്ട് കൊടുക്കുക, പുല്ലെല്ലാം കളയുക. ഇങ്ങനെ അവസാനം വളപ്പെടൂല കേട്ടോ. വളയല്ലെങ്കിൽ ഞാൻ കപ്പയ്ക്ക് ഇടലില്ല. ആ തുടക്കമുള്ള കരിയിലിട്ട് ഉണ്ടാക്കുന്ന അതേ ഉള്ളൂ. ചുറ്റും അങ്ങ് മണ്ണിട്ടാലേ കപ്പ അങ്ങനൊന്നും കാറ്റത്ത് പൊരിഞ്ഞ് വീഴിയില്ല, നന്നായിട്ട് കഴിയുമ്പോണ്ടാവും. ഞാനിങ്ങനെയൊക്കെ നട്ടിട്ട് തന്നെ എനിക്ക് നന്നായിട്ട് കഴിഞ്ഞ് കിട്ടാറുണ്ട്. അങ്ങനെ കഴിയാനായി, മണ്ണിട്ട് കഴിയാനായി. ഇതും കൂടിയേ ഉള്ളൂ. പിന്നെ നമ്മൾ വളമൊന്നും ചേർക്കണ്ട. ഈ കപ്പൻ്റെ മുരട്ടുള്ള പുല്ല് പറിച്ചു കൊടുത്താൽ മതി. പുല്ല് പറിച്ചു കൊടുത്ത് മണ്ണിട്ടാൽ മാത്രം മതി. എന്നാൽ തന്നെ കിഴങ്ങ് വണ്ണം വെക്കൂ. ഞാൻ അങ്ങനെയൊക്കെ ചെയ്തിട്ട് എനിക്ക് നന്നായിട്ട് കിഴങ്ങുണ്ടാകുന്നുണ്ട്. പിന്നെ നമ്മൾ പുല്ല് പറിച്ചു കൊടുത്തില്ലെങ്കിൽ കാട് നന്നാക്കിയില്ലെങ്കിൽ കുഴപ്പം എന്താ അറിയോ, ഒരു പെരിച്ചായി ഇങ്ങ് വന്ന് പരിശോധിക്കും. പിന്നെ പെരിച്ചായി പോയിട്ട് കുടുംബക്കാരെ മൊത്തം കൊണ്ട് കൂട്ടിക്കൊണ്ടുവരും. ഇവര് മക്കളെ ഇവിടെ പെരുന്നാളാണെന്നറിയോ, അക്കോലത്തിൽ നശിപ്പിച്ച് കളയും. അപ്പോൾ നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ മട്ടത്തിന് എടുത്തില്ലെങ്കിൽ ഉണ്ടല്ലോ നമ്മൾ പിന്നെ ഖേദിച്ചു, എന്തിനാണ് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ഒക്കെ പുല്ല് പറിച്ച് മണ്ണിട്ട് കാടൊക്കെ വെട്ടി നന്നാക്കി. ആ കൂട്ടത്തിൽ ഈ ചേമ്പിനും അങ്ങ് മണ്ണിട്ട് കൊടുത്ത്. അപ്പോൾ ഈ സംഭവം ഇവിടെ എലിക്കും പെരിച്ചായിക്കും നല്ല സ്വർഗ്ഗ. കാരണം എന്താ അറിയോ, ഇവിടെ കപ്പ ഇവിടെ ചേമ്പ് പോലെ ഇവിടുന്ന് പോകുമോ. അപ്പോൾ നമ്മൾ നല്ലോണം നോക്കണം, അതാണ്. പിന്നെ അധികമൊന്നും ഞാൻ ദിവസേന എടുക്കുന്നത് കൊണ്ട് അധികമൊന്നും ഞാൻ എടുക്കൂല, കുറച്ചേ എടുക്കൂ. ഇപ്പം തന്നെ എത്ര എടുത്ത് 1 2 3 4 5 ഈ 2 ചേമ്പും അതന്നെ ഉണ്ട് കുറേ സമയത്തിന് കേട്ടോ. ഞാൻ ഫുള്ളൊന്നും നിങ്ങളെ കാണിച്ചില്ല, കാരണം ഞാനല്ലേ എടുക്കുന്നത്. ഇത് കപ്പ കൃഷിക്കാരൊന്നും അല്ലല്ലോ, നമ്മളിങ്ങനെ കുറച്ച് ഇങ്ങനെ എടുക്കുകയാണല്ലോ. അപ്പോൾ സംഭവം നന്നായിട്ടുണ്ട് കേട്ടോ. അതാ നല്ല നന്നായിട്ടുണ്ട്. ഇനി എനിക്കൊന്ന് കേടുന്ന കപ്പുണ്ട്. വിജയം മാത്രം നിങ്ങളെ കാണിച്ചാൽ പറ്റില്ലല്ലോ, ഞാൻ എൻ്റെ പരാജയം നിങ്ങളെ കാണിച്ചു തരാം. ഒന്ന് നോക്കി, എനിക്കെൻ്റെ സങ്കടമായിപ്പോയി കണ്ടപ്പോൾ. അപ്പോൾ ഞാൻ മണ്ണിട്ട് കഴിഞ്ഞു കേട്ടോ. ഇനി അടുത്ത കേടുന്ന കപ്പൻ്റെ അടുത്തേക്കാ. ഇതാ ഞാൻ പുല്ലൊക്കെ പോക്കി നന്നാക്കിയ എൻ്റെ കപ്പൻ്റെ മരടൊക്കെ ഒന്ന് കാണിച്ചു തരിക. ഒരു കപ്പ നന്നാക്കുകയാണെങ്കിൽ അതായില്ല. ഇത് കണ്ടിട്ട് ആർക്കും ഇഷ്ടപ്പെട്ടിട്ട് അങ്ങ് നന്നാക്കാൻ നിന്നാലും അത് എനിക്ക് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. ഇതാ ഇവിടെ വെയിലും വന്ന്, നിങ്ങളിപ്പോൾ കാണുന്നുണ്ടോയെന്ന് അറിയില്ല. അതൊക്കെ നന്നാക്കി, ഇതെല്ലാം നന്നാക്കി. എനിക്ക് പുരേ പോകാനായി. ഇതാ ഇവിടെ വെയിലായിപ്പോയി. ഇതൊക്കെ നന്നാക്കി മണ്ണിട്ട് പെട്ടതാ. ഇവിടെ അതൊക്കെ നന്നാക്കി കണ്ടില്ലേ മണ്ണിട്ട്. എന്തായിരുന്നു ഞാൻ ആദ്യം കാണിച്ചപ്പോൾ അതിൻ്റെ പുല്ല് നിങ്ങൾ കണ്ടില്ലേ. പുല്ലിതാ പറിച്ചങ്ങ് കൂട്ടി വെച്ചാണ്. ഇതാ ഞാൻ പറഞ്ഞ കപ്പയാണ് ഇത്. ഇതിൻ്റെ ചുവടൊന്ന് നന്നാക്കിയിട്ട് കാര്യമല്ലല്ലോ, എന്തിനാ ഇത് കണ്ടില്ലേ.
ഞാനത് പറിച്ചങ്ങ് ചാടുക. എന്തിനാ അത് ഇവിടെ വെക്കുന്നത്? ചുരുണ്ട് പോയി. പണ്ടൊക്കെ ഞാൻ ഇങ്ങനെ നടുമ്പോൾ ഇങ്ങനെ ചുരുണ്ടാലും ഞാൻ വിചാരിച്ച എന്താ അറിയോ, ഇതിനുണ്ടാവുന്ന കേങ്ങുണ്ടാവുന്ന വിചാരിച്ച്. അങ്ങനെ ഞാൻ പറിച്ച് നോക്കും. പിന്നെ വിളവായ സമയത്ത് കുറച്ച് വലിപ്പമൊക്കെ ഇത് വെക്കും. അങ്ങനെ വിളവായ സമയം നോക്കുമ്പോൾ എന്താ ഒരു കേങ്ങുമില്ല. അനുഭവത്തിലൂടെ അല്ലേ പഠിക്കുക. ഞാനിപ്പം കപ്പ കൃഷിയിൽ കോട്ടിട്ടാളൊന്നും അല്ലല്ലോ. അപ്പോൾ അനുഭവത്തിലൂടെ പഠിച്ചത് കൊണ്ട് ഇപ്പം ഞാനത് വെക്കൂല. ഞാനിവിടെ എന്താണെന്നറിയോ, ഇവിടെ ഞാനെന്തോ നട്ടു കൊടുക്കുക. വേറെ കപ്പ വേറെ കൊമ്പതിൽ വെച്ചുകൂടാ, അതും കേടുവരും. അങ്ങനെ കുറേ പാഠങ്ങൾ പഠിക്കാനൊക്കെ അനുഭവത്തിലൂടെ പഠിക്കുന്നു. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ എൻ്റെ കപ്പ പുല്ല് നിറഞ്ഞതും പുല്ല് പറിക്കുന്നതും പിന്നെ മണ്ണിട്ട് കൊടുക്കുന്നതും കണ്ടില്ലേ? അത്രയും എനിക്ക് എടുക്കാനാവും. ഞാൻ ദിവസേന എടുക്കുന്നത് കൊണ്ട് വലിയ കൃഷിക്കാരെടുക്കും പോലൊന്നും എനിക്ക് എടുക്കാനാവില്ല. എൻ്റെ ഇഷ്ടത്തിന് ഞാൻ കുറച്ച് എടുക്കുക. ദിവസം എടുക്കും. ഞാൻ രാത്രി കിടക്കുമ്പോൾ അങ്ങനെ പ്ലാൻ ചെയ്യും നാളെ എന്ത് എടുക്കണം എന്നുള്ളത്. അതുപോലെ ഞാൻ ചെയ്യൽ. അപ്പോൾ ഇന്നലെ രാത്രി പ്ലാൻ ചെയ്തിരുന്നു ഇത്. അപ്പോൾ കുഴപ്പമില്ല, ആ വിചാരിച്ചതുപോലൊക്കെ ഞാൻ ചെയ്തു. അപ്പോൾ എൻ്റെ വീഡിയോ അത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ് തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ.